ആരോദനം നീ പാടിയണമേ. കാളെ മണ്ണു ഞാൻ ആരോദനം നീ പണിയണമേ. ദൈവത്തിന് മഹത്വം. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുക. ഞാനത് സംഭവകഥ ഓർപ്പിച്ച വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഒരു സാധുവായ മനുഷ്യൻ അവന്റെ ദിനംപ്രതിയുള്ള ആഹാരത്തിന് പോലും മാർഗമില്ലാതിരിക്കുന്ന ഒരു സാധുവായ ഒരു മനുഷ്യൻ. എന്നാൽ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവന്റെ പ്രയാസങ്ങളും വേദനകളും അറിയുന്നവനായ ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുന്നവനായി. ഒരു ദിവസം അവൻ പ്രാർത്ഥിച്ച്, ദാവേ, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവള് അമ്മയെ പട്ടിണിയാകുവാനിടയാകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അതിങ്ങനെയാണ് പറയുന്നത്. രാത്രിയിൽ ദൈവം ഈ മനുഷ്യനെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എന്താണ് ആവശ്യം? അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ മുൻപോട്ടുള്ള യാത്രയിൽ എനിക്ക് ആമേൻ ദൈവത്തിന് സ്തോത്രം, എന്റെ കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ആഹാരം തരയണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുവാനായിട്ടിടയായിട്ടു. കർത്താവിനെ അവനോട് പറഞ്ഞു, നിന്റെ വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങി നിന്റെ അയ്യത്ത് അവിടെ ഒരു സ്ഥലത്ത് നീ നിന്നുകൊണ്ട് കിഴക്കോട്ടേക്ക് നിന്റെ അമ്പുകൾ എയ്യുക എന്ന് പറഞ്ഞു. നിനക്ക് ആവശ്യമായ നിധികൾ എന്ന് പറഞ്ഞാൽ നിനക്ക് ആവശ്യമായ നിധി നിന്റെ സമീപത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് നീ അമ്പ് എയ്യുവാനായിട്ട് പറഞ്ഞു, സമീപത്തേക്ക് എയ്യുവാനായിട്ട് പറഞ്ഞു. എന്ത് സംഭവിച്ചു എന്നറിയാമോ? ദൈവം പറഞ്ഞ അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ മനുഷ്യൻ തന്റെ അമ്പ് എയ്തു. അദ്ദേഹം അമ്പ് ചെയ്ത സ്ഥാനത്ത് കുഴിച്ചു നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുവാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെയും അദ്ദേഹം മടങ്ങി വന്ന് അമ്പെയ്യുകയാണ്. എന്നാൽ ഒന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. ആ കുഴികളെല്ലാം വ്യർത്ഥമായി തീർന്നു. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ ഉള്ളത്തിൽ അവനിങ്ങനെ കരഞ്ഞു, ദൈവമേ, നീയാണ് അമ്പെയ്യുവാൻ പറഞ്ഞത്, എന്നാൽ എനിക്ക് നിധിയൊന്നും ലഭിക്കുന്നില്ല, എന്റെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായതൊന്നും ലഭിക്കുന്നില്ല എന്ന് അവനിങ്ങനെ ഉള്ളിൽ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനോട് സംസാരിക്കുവാൻ തുടങ്ങി. മോനെ, നിന്നോട് ഞാൻ പറഞ്ഞത്, നീ നിൽക്കുന്ന സ്ഥാനത്ത് നിന്റെ അടുത്ത് തന്നെ നിന്റെ നിധിയുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള സ്ഥലത്തേക്കല്ലേ അമ്പെയ്യുവാൻ ഞാൻ പറഞ്ഞതെന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെ അറിയാമോ? പിന്നെ അവന്റെ ഏറ്റവും അടുത്ത സ്ഥാനത്തേക്ക് അവൻ അമ്പെയ്തപ്പോൾ അത് കുഴിച്ചു നോക്കിയപ്പോൾ അത് അവന് വേണ്ടി ദൈവമൊരുക്കിയായ നിധിയെ അവന് ലഭിക്കാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഥയുടെ സാരം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് നമ്മുടെ സമീപത്തുണ്ട്. വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ ദൂരത്തല്ല, ഒരു ഭക്തന്റെ സമീപം വന്ന് അവനെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച അതേ വേദഭാഗം ഞാൻ വേഗത്തിൽ വായിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചതിന്റെ ബാക്കി 3 കിരീടങ്ങളെ കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം, ഇതാ ഞാൻ വേഗം വരുന്നു. പ്രത്യാശയുടെ ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. എന്റെ കർത്താവ് നമ്മൾ വിചാരിക്കുന്നത് പോലെ താമസമെന്ന് വിചാരിക്കുന്നില്ല. കർത്താവിന്റെ സമയത്ത് വരും. ആമേൻ. അങ്ങനെയാണെങ്കിൽ തന്റെ കാന്തയോട് പറയുകയാണ്, ആമേൻ, സഭയോട് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. എന്നിട്ട് പറയുകയാണ്, നിന്റെ കിരീടം, നീ അധ്വാനിച്ചതിന് നിനക്കൊരു കിരീടമുണ്ട്. ആമേൻ. നിന്റെ ജീവിതയാത്രയില് നീ അത് നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. എന്നിട്ട് പറയുകയാണ്, നിന്റെ കിരീടം, നിനക്ക് ഞാൻ തരുന്ന കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആമേൻ. ആ കിരീടം നഷ്ടപ്പെടുത്തുവാനിടയാകരുത്. അത് മറ്റുള്ളവർക്ക് അത് ലഭിക്കുവാനിടയാകരുത്. ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് നീ പിടിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ്.
വിരുദ്ധ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ ഓടുന്നവരാണ്. എന്നാൽ നമ്മുടെ ഓട്ടക്കളത്തിൽ നമ്മൾ ഓടുമ്പോൾ വിരുദ്ധ പ്രാപിപ്പാൻ തക്കവണ്ണം ശ്രദ്ധയോടെ ഓടിയാൽ നമുക്ക് സ്വർഗസന്നിധിയില് ആമേൻ നമ്മുടെ കിരീടം ലഭിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ 3 കിരീടങ്ങളെ കുറിച്ച് പറയുവാനായിട്ടിടയായി തീർന്നു. അത് മാത്രം ഞാൻ വേഗത്തിൽ ഓർപ്പിച്ച് 4ാമത്തെ കിരീടത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഒന്നാമത് ജീവന്റെ കിരീടം. അതാർക്ക് ലഭിക്കുന്നെന്ന് ഞാൻ ഓർപ്പിച്ചു. പരീക്ഷ സഹിച്ച് അന്ത്യം വരെ നിൽക്കുന്നവർക്കും രക്തസാക്ഷികൾക്ക് ലഭിക്കുന്ന കിരീടമാണ്. രണ്ടാമത് ഞാൻ ഓർപ്പിച്ചു നീതിയുടെ കിരീടം. അത് ഇങ്ങനെയാണ് പറയുന്നത്: നല്ല പോർ പൊരുത്, ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ജയാളിക്ക് അവന്റെ പ്രത്യക്ഷതയിൽ അവന് വിശ്വസിക്കുന്ന യേശു കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവന് പ്രിയം വെച്ചേവർക്കും ലഭിക്കുന്ന കിരീടമാണ് നീതിയുടെ കിരീടം. മൂന്നാമതൊരു കിരീടത്തെ കുറിച്ച് ഞാൻ വീണ്ടും ഓർപ്പിക്കുവാനിടയായി തീർന്നു. അതേ വാടാത്ത കിരീടം. അതാർക്കാ ലഭിക്കുന്നറിയാമോ? ഇന്ദ്രിയ ജയമുള്ളവരായി സാക്ഷ്യത്തെ മലിനമാക്കാതെ ദൃഷ്ടാന്ത യോഗ്യമായി ഓടിയവർക്ക് ഈ കിരീടം ലഭിക്കും. ലോകത്തിൽ ലഭിക്കുന്ന കിരീടം വാടുന്ന കിരീടമാണെങ്കിൽ, അത് നഷ്ടപ്പെട്ടു പോകുന്ന കിരീടമാണെങ്കിൽ, ഇന്ദ്രിയ ജയമുള്ളവരായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ആമേൻ ക്രിസ്തുവിനായി സമർപ്പിച്ച് ഇന്ദ്രിയ ജയമുള്ളവരായി ആമേൻ ദൈവം നിനക്ക് നൽകിയ സാക്ഷ്യത്തെ നീ മലിനപ്പെടുത്താതെ ദൃഷ്ടാന്ത യോഗ്യമായി ഓടിയവർക്ക് ഈ വാടാത്ത കിരീടം ലഭിക്കുമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. 4ാമത്തെ കിരീടം പ്രശംസാ കിരീടം അഥവാ സന്തോഷ കിരീടമാ. 1 തെസ്സലോനി 2-ാം അധ്യായം 19-ാം വാക്യത്തില് 1 തെസ്സലോനി 2-ാം അധ്യായം 19-ാം വാക്യത്തില് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, താൻ വിശ്വാസത്താൽ ജനിപ്പിച്ച മക്കൾക്ക് ഈ കിരീടം ലഭിക്കുമെന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. ഒന്നുകൂടെ വായിച്ചു നിർത്തി വായിച്ചു മൈക്കിലൂടെ വായിക്കും. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ, നമ്മുടെ കർത്താവായ നമ്മളെ വീണ്ടെടുത്ത കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ, അവന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു? നിങ്ങളും അല്ലയോ? അടുത്ത വാക്യം. ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. അപ്പൊ നിങ്ങൾ ദൈവത്തിന് മഹത്വമുള്ളവരായി തീരുമ്പോൾ നിങ്ങൾ വീണ്ടും ജന്നത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന പൗലോസ് പറയുകയാണ്. പൗലോസ് ജനിപ്പിച്ചതെന്ന മക്കൾ. പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ താൻ തടവിലായിരിക്കുമ്പോൾ ജനിപ്പിച്ച ഒരു ഓനോസിമോസിനെ കുറിച്ച് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയം അതല്ലെങ്കിൽ ഞാൻ അത് ഓർപ്പിച്ചങ്ങ് പോവുകയാണ്. ഇവിടെ പറയുന്നുണ്ട് പൗലോസ് വിശ്വാസത്താൽ ജനിപ്പിച്ച എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച് ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് പ്രശംസാ കിരീടം അഥവാ സന്തോഷ കിരീടം ലഭിക്കുമെന്ന് അവരെ ഉറപ്പിക്കുമ്പോൾ താൻ ജനിപ്പിച്ച ഒരു മകനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെങ്ങനെയാ? താൻ തടവിലായിരിക്കുമ്പോൾ തന്നെ ശുശ്രൂഷിച്ച ഓനോസിമോസ് എന്ന് പറയുന്നത് ഒരു അടിമയെ അവന് യേശു ക്രിസ്തുവിനാൽ വീണ്ടും ജനിപ്പിച്ച കാര്യത്തെ പറയുകയാണ്. നമ്മൾ ജനിപ്പിച്ച എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെയാ. എന്നാൽ അങ്ങനെയല്ല, ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ. എനിക്ക് ഒത്തിരി പറയാനുണ്ട്. അനേക കുഞ്ഞുങ്ങൾ അവര് സുവിശേഷം കേട്ട് വീണ്ടും ജനത്തിന്റെ അനുഭവത്തിലേക്ക് എന്റെ കൺമുമ്പിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പലരും പിന്മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം 2 മിനിറ്റെങ്കിലും അവർക്ക് വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥിക്കാത്ത ദിവസമില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, എന്റെ ദൈവം അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരെ മടക്കി കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒത്തിരി സന്തോഷമുള്ളത് എന്നറിയാമോ? പല ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ അവർ
അവരൊക്കെ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ വഴിവഴിയിൽ നടന്ന ആ മീറ്റിംഗ് എന്തിനാണ് നിർത്തിയത്? അത് നിർത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നു. എന്നാ കാര്യമെന്നറിയാമോ? അവർ വീണ്ടും ജനത്തിലേക്ക് കടന്നു വന്നത് ആ ശുശ്രൂഷയിലൂടെയാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഓനോസിമോസ് തന്നെ ശുശ്രൂഷിപ്പാനിടയായി. ആമേൻ. അവൻ ഫിലമോന്റെ ഭവനത്തിൽ നിന്ന് മോഷ്ടിച്ച സാധനവുമായി അവനെ പോലീസ് പിടിച്ചപ്പോൾ അവനെ തടവിലാക്കിയതാ. പക്ഷേ ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ ഭാഗ്യവശാൽ പിറക്കുവാൻ പോയ രൂത്തിനെ പോലെ, കറ്റ പിറക്കുവാൻ പോയ രൂത്തിനെ പോലെ അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കുന്ന തടവിലേക്കാണ് ഈ അടിമയായിരിക്കുന്ന ഓനോസിമോസ് വന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവൻ താൻ പ്രയാധിക്കത്താൽ വളരെ ക്ഷീണിതനായിരുന്നപ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, അവൻ തന്നെ ശുശ്രൂഷിപ്പാൻ അവൻ മുൻപോട്ട് വരുവാനിടയായി തീർന്നു. അവനോട് സുവിശേഷം പറഞ്ഞു. എന്താണ് സുവിശേഷം? നമുക്കറിയാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതിനപ്പുറത്തൊരു സുവിശേഷമില്ല. അതുകൊണ്ട് പൗലോസ് ഓനോസിമോസിനോട് സുവിശേഷം പറഞ്ഞു. മോനെ, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ പാപം ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. കാൽവരിയിൽ നിനക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ മതി. അവിടെ അടിമയെന്നോ ശത്രുവെന്നോ ദൈവം നിന്നെ കരുതുകയില്ല. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നീ ആ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് പറഞ്ഞു. അവനോട് സുവിശേഷം പറഞ്ഞു. അവനെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവൻ ആദ്യം ചെയ്തതെന്നറിയാമോ? അവൻ എവിടുന്ന് പുറപ്പെട്ടോ അവിടെ നീ ആരംഭിക്കണം നിന്റെ ശുശ്രൂഷ. അവനോട് പറയുകയാണ്, നീ ഫിലമോന്റെ ഭവനത്തിലേക്ക് പോവുകയാ, എന്നിട്ട് അവിടുന്ന് വേണം നീ ആരംഭിക്കാൻ. പ്രിയപ്പെട്ടവരെ, അവൾ ഇവിടെ ജനിച്ചുവെന്നും അവൻ ഇവിടെ ജനിച്ചുവെന്നും അവനെ കുറിച്ച് പറയുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ പൗലോസിനറിയാം, താൻ തടവിൽ വെച്ച് ജനിപ്പിച്ച ഓനോസിമോസ് ആദ്യം പോകേണ്ടത് താൻ മോഷ്ടിച്ച വസ്തുക്കൾ അവൻ എവിടെ നിന്നാണോ അവിടെ ചെന്ന് ഫിലമോനുമായി നിരപ്പാകണം. നിരപ്പാകാത്ത ഒരു ശുശ്രൂഷയില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ പിതാക്കന്മാർ അതൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നില്ല. എന്നാൽ പൗലോസ് പറയുകയാണ്, പ്രശംസാ കിരീടം അഥവാ സന്തോഷ കിരീടം നിങ്ങളല്ലയോ? തെസ്സലോനിക്ക സഭയിലുള്ള വിശ്വാസികളല്ലയോ എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച വിശ്വാസികളല്ലയോ എന്ന് പറയുക. റോമാലേഖനത്തിൽ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ടേറ്റു പറയുക. ദൈവമവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എല്ലാവരും രക്ഷിക്കപ്പെടുമെന്നല്ല പറഞ്ഞത്, വ്യക്തിപരമായ പറഞ്ഞത്. നീ രക്ഷിക്കപ്പെടും. നീ അതിനെന്താ ചെയ്യേണ്ടത്? നീ കർത്താവിനെ നിന്റെ രക്ഷിതാവെന്ന് നീ ഹൃദയത്തിൽ ഏറ്റുപറയണോ. ആമേൻ, ഹല്ലേലൂയ. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. നമുക്കറിയാം, പുഴവക്കത്തിരുന്ന ലൂദിയായുടെ അടുക്കല് ഒരിക്കലും സുവിശേഷം പറയാൻ അപ്പോസ്തലനായ പൗലോസ് പോയതല്ല. എന്നാൽ അവർ പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചു പോയപ്പോൾ സ്ത്രീകൾ മാത്രമുള്ള സ്ഥലമാണ്. അവര് ആറ്റിലേക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിപ്പാൻ തക്കവണ്ണം അവർ വന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിനോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഒരു ആത്മാവിനെ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ സ്ത്രീകളെ വിളിച്ചുകൂട്ടി അവരോട് സുവിശേഷം പറയാൻ പറഞ്ഞു. ഈ സുവിശേഷം കേട്ടപ്പോൾ ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരയുടെ ഹൃദയം തുറന്നു. അവൾ യേശുവിനെ അവളുടെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവൾ ഇങ്ങനെ പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾക്ക്
നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ എന്റെ ഭവനത്തിൽ നിങ്ങൾ വന്ന് പാർക്കണമെന്ന് പറയുക. എന്നാൽ അവരുടെ മുൻപിൽ ഓട്ടം കിടക്കുന്നത് കൊണ്ട് അവിടെ പാർക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ തികച്ച ശേഷം അവരുടെ ഭവനത്തിൽ വന്ന് ഒരു ദിവസം പാർത്തു എന്ന് നമ്മൾ കാണുകയാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയം അതല്ല. ലുദിയായ്ക്ക് പ്രശംസാ കിരീടമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? പുഴവക്കത്ത് വെച്ച് പൗലോസ് വീണ്ടും ജനിപ്പിച്ച ഒരു മകളാണ് ആ മകള്. അതുകൊണ്ട് അവൾക്കും ആ പ്രശംസാ കിരീടം ലഭിക്കും. പൗലോസ് പറയുക, അത് അസന്തോഷ കിരീടം ലഭിക്കും. ഇവിടെ നമ്മൾ പറയുകയാണ് 2:19 ആദ്യമായി ഇങ്ങനെ കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് അവിടെ ആദ്യമായി ഓർപ്പിക്കുന്നുണ്ട്. കർത്താവ് വീണ്ടും വരുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, കർത്താവ് വരുമോ? ആരും മിണ്ടുന്നില്ലയോ? വരുമോ? ഉറക്കെ പറയാം, ഇതിനകത്തൊന്ന് കേൾക്കട്ടെ. കർത്താവ് വരും. ഹല്ലേലൂയ. അവിടെ പറയുക, കർത്താവിന്റെ വരവിനെ കുറിച്ച് തെസ്സലോനിക്ക സഭയ്ക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ ആ ബാക്കി വിഷയത്തിലേക്ക് കടന്നു വരുന്നില്ല. 19 പറയുകയാണ്, വായിച്ചാട്ട്. 2:19 1 തെസ്സലോനിക്ക 2:19. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആകാകുന്നു. നിങ്ങളും അല്ലയോ? എന്നാൽ 4:16 അവരെ പ്രബോധിപ്പിക്കുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ഇതാണ് അവരെ പ്രബോധിപ്പിച്ചത്. അമേനോട് പറയുകയാ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അല്ലേ? 3 സ്വർഗങ്ങൾ എന്നാ പറയുന്നത്. ആകാശമണ്ഡലം ഒരു സ്വർഗമാ. അത് പൈശാചികനെ ഏൽപ്പിച്ചിരിക്കുകയാ. അവൻ അവിടെ നിന്ന് ഭൂമിയിലുള്ള മനുഷ്യരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. 2ാം സ്വർഗം സ്വർഗീയ പരദീസ എന്ന് വേദപണ്ഡിതാക്കന്മാർ പറയുന്നു. 3ാം സ്വർഗം പിതാവും പുത്രനും വസിക്കുന്ന ദൂതന്മാർ വസിക്കുന്ന സ്വർഗത്തെ കുറിച്ച് പറയുകയാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മറന്നു പോകരുത്, നമ്മുടെ കർത്താവ് പോയതുപോലെ വീണ്ടും വരും. യഹൂദ പുരുഷന്മാരോട് ചോദിച്ചാൽ അവർ പറയും, ഒരു മേഘം വന്ന് കർത്താവിനെ മൂടുവാനിടയായി. അവരാണ് ആദ്യം ആ വചനം കേൾക്കുന്നത്. ഇങ്ങനെ മേഘം വന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്, 2 പുരുഷന്മാർ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് എന്താ ആകാശത്തേക്ക് നോക്കുന്നത്? കർത്താവ് പറന്നു പോകുന്നത് നോക്കിയ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഒരു സഹോദരൻ പറഞ്ഞാട്ടെ, ശിഷ്യന്മാർക്ക് കർത്താവ് ദൂതന്മാരിലൂടെ അല്ലെങ്കിൽ 2 പുരുഷന്മാരിലൂടെ അവർക്ക് സന്ദേശം കൊടുക്കുകയാണ്. എന്താ? നിങ്ങൾ ഇപ്പോഴവൻ പോകുന്നത് പോലെ അതേ മേഘത്തിൽ അവൻ മധ്യാകാശത്ത് ഇറങ്ങി വരുന്നത് നിങ്ങൾ കാണും. അല്ലേ? അവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു വിശുദ്ധന്മാരായി. അവരുടെ ആശയം എന്താണെന്നറിയാമോ? ഒരേ ആശയമുള്ളൂ, ഞങ്ങളുടെ കർത്താവ് വന്ന് ഞങ്ങളെ അവന്റെ സന്നിധിയിലേക്ക് രൂപാന്തരപ്പെട്ട ശരീരത്തിൽ ചേർക്കണമെന്നുള്ള ഒരു ആഗ്രഹമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിച്ച ദൈവവൈതൽ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ദൈവവൈതലാണെന്ന് വളരെ വ്യക്തമായി ഇവിടെ ഓർപ്പിക്കുകയാണ്. വീണ്ടും ജനിച്ച ദൈവവൈതൽ. അല്ലേ? പണ്ടൊരിക്കലും യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നീ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സമ്പന്നനായ ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഇനി അമ്മയുടെ വയറ്റിൽ കയറി വീണ്ടും ജനിക്കണമോ? അങ്ങനെയല്ല യേശു പറഞ്ഞത്, നീ എന്നിൽ വിശ്വസിക്കുമ്പോൾ നിന്നിൽ വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, മറ്റൊരുത്തരും രക്ഷയില്ല. ആകാശത്തിൻ കീഴിൽ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമമില്ല. യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രശംസാ കിരീടം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റക്കളത്തിൽ ധീരതയോടെ ഓടിയാൽ മതി. ഓട്ടം തികയ്ക്കുന്നത് വരെ എന്റെ കർത്താവിനെ കണ്ടുകൊണ്ട് സാക്ഷികളുടെ വലിയൊരു സമൂഹം ഞങ്ങൾക്ക് ചുറ്റിലുമുള്ളത് കൊണ്ട് അവരെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഓടുമെന്ന് തീരുമാനിച്ചോടിയാൽ മതി.
നമുക്ക് പ്രശംസാ കിരീടം അഥവാ ഈ സന്തോഷ കിരീടം കിട്ടും. അതുകൊണ്ടാണ് ഒരു വാക്യത്തിൽ പറഞ്ഞത്, നിനക്കുള്ളത് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകാതെ നിനക്കുള്ളത് നീ പിടിച്ചു കൊള്ളണം. കർത്താവേ, എനിക്ക് എന്താണെന്ന് അറിയില്ല, എന്നാൽ ഓട്ടക്കളത്തിൽ ഓടിയാൽ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് വന്നാൽ പൗലോസ് പറയുക, നിങ്ങൾക്കൊരു പ്രശംസാ കിരീടമുണ്ട്. അപ്പൊ ആ പ്രശംസാ കിരീടം ലഭിക്കേണ്ടതിന് വേണ്ടി, സന്തോഷ കിരീടം ലഭിക്കേണ്ടതിന് വേണ്ടി ഞാൻ ഓട്ടക്കളത്തിൽ ഓടുകയാ. ഞാൻ മുൻപോട്ട് പോകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഓട്ടക്കളത്തിൽ നമ്മൾ ഓടുമ്പോൾ വെറുതെ ഓടാൻ കഴിയത്തില്ല, അധ്വാനമുണ്ട്. നിങ്ങൾ ഓർക്കണം, ഞാൻ ഈ 1 മണിക്കൂർ ഒന്ന് പ്രസംഗിക്കണമെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ വേദപുസ്തകം നോക്കണം, അല്ലാതെ പ്രസംഗിക്കാൻ കഴിയത്തില്ല. അധ്വാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ വന്നിരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു അധ്വാനമുണ്ട്. അതിനൊരു മനസ്സ് നിങ്ങൾക്ക് ദൈവം തന്നു. നിങ്ങൾ വീണ്ടും ജനിച്ചവരായതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അധ്വാനം, ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം, അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തലമുറയുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രവർത്തിച്ചിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയും. ഒരു സഹോദരി കടയിലേക്ക് വിളിച്ചു. വൈകിട്ട് സമയത്താണ് പോകും. വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളൊരു കുഴൽക്കിണർ കുഴിക്കുവാനായിട്ട് പോയി, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങളും പ്രാർത്ഥിക്കാൻ പോയി. ഞങ്ങൾ വൈകിട്ട് പ്രാർത്ഥിച്ചു. രാവിലെയും എപ്പോഴും ആ വിഷയം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്നും ഓർക്കുന്നു, ഇപ്പോഴും ഓർക്കുന്നു. ഞാനവിടെ എങ്ങനെ ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ ദൈവത്തിന്റെ ആത്മാപ്രേരണ നൽകി, ഇപ്പോൾ പ്രാർത്ഥിക്കണം. ഞാൻ വിചാരിച്ചു, ഞാൻ തന്നെ പ്രാർത്ഥിച്ചാൽ അത് ശരിയാകില്ലല്ലോ. ഞാൻ എൻ്റെ സഹോദരന്മാരെ 2 പേരെ വിളിച്ചു. എൻ്റെ കടയിലെ സഹോദരന്മാരാണ്. വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ കരങ്ങൾ ഉയർത്താൻ പറഞ്ഞു. ഞങ്ങളിങ്ങനെ റൗണ്ടായിട്ട് നിന്ന് അവയെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവേ, പാറയിൽ നിന്ന് വെള്ളത്തെ കൊടുക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിച്ച അവനായ ദൈവമേ, ഇവർക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി നീ പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആ വചനത്തെ ഞങ്ങൾ ആമീൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാൻ അവിടെ ഇരിക്കുമ്പോ ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോ ആ സഹോദരി കരഞ്ഞുകൊണ്ട് വിളിച്ചു. വാസ്തവത്തിൽ ഇന്നൊന്ന് സാക്ഷ്യം പറയേണ്ടതാ. കരഞ്ഞുകൊണ്ട് വിളിച്ചു. എന്താ വിളിച്ചെന്നറിയാമോ? എന്നോട് പറഞ്ഞു, ജോസേയ 300 അടിയോളം താഴണമെന്ന് അവര് പറഞ്ഞത് 50 അടി താഴപ്പോൾ വെള്ളം കിട്ടി. നോക്കിയതെന്നാ കാര്യം? അവരുടെ കണ്ണുനീര്. ദൈവാത്മാവ് നമുക്ക് പ്രേരണ നൽകിയപ്പോൾ ഞാൻ തന്നെയല്ല, എന്റെ സഹോദരന്മാരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവർക്കറിയാതെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് 50 അടി താഴപ്പോൾ തന്നെ വെള്ളം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമ്മുടെ പ്രാർത്ഥന ഈ ഭൂമിയിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്തായിരുന്നാലും ദൈവം പ്രവർത്തിക്കും. അതിന് യാതൊരു സംശയമില്ല. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരെ കർത്താവ് തള്ളിക്കളയേല. നമ്മുടെ പ്രാർത്ഥന മറ്റൊന്നിനായിരിക്കണം. എന്തിനാണെന്നായിരിക്കാം? മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കഴിയുന്ന ഈ തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും ഈ തലമുറയിൽ ദൈവം വിടുവിക്കൂ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഓർപ്പിച്ചു വന്ന നമ്മുടെ അധ്വാനം നിങ്ങൾ ഓർക്ക്. കഴിഞ്ഞ 31 വർഷം നമ്മൾ പൂർത്തീകരിക്കുന്ന സെപ്റ്റംബർ 17-ാം തീയതി 32-ാം വർഷത്തിലേക്ക് ശുശ്രൂഷ പോവുകയാണ്. ദൈവം ഞങ്ങൾക്ക് ആയുസ് തന്നുകൊണ്ടല്ലേ ശുശ്രൂഷ നടക്കുന്നത്. നമുക്കറിയാം, ഇതുപോലെ നടന്ന എത്രയോ ശുശ്രൂഷകൾ വഴിയിൽ വെച്ച് നിന്ന് പോയിട്ടുണ്ട്. എന്നാൽ ദൈവം ഇന്ന് ഈ ശുശ്രൂഷ നിർത്തിയിരിക്കുന്നത് നമുക്കൊക്കെ ആയുസ്സും ആരോഗ്യവും തന്നതുകൊണ്ട് ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രസംഗങ്ങളും നമ്മൾ കേട്ട വചനങ്ങളും ഒന്നും വെറുതെ അല്ല. അത് നമ്മുടെ ജീവിതത്തെ ഓട്ടക്കളത്തിൽ ഓടുവാൻ തക്കവണ്ണം നമുക്കറിയാം, ഓട്ടക്കളത്തിൽ ഓടുന്നവര് ക്ഷീണിക്കാതിരിക്കാൻ തക്കവണ്ണം അവര് എന്ത് ചെയ്യുമെന്നറിയാമോ? അവര് എന്തായാലും പറയുന്ന പേര് ക്ഷീണിക്കാതിരിക്കാൻ തക്കവണ്ണം അവര് ഒരു പാക്കറ്റിലുള്ളൊരു സംഭവം എന്താ നമ്മളെപ്പോഴും കഴിയുന്നതല്ലേ, പൊടി കഴിക്കുമല്ലോ, ഗ്ലൂക്കോസിന്റെ ടിന്നെടുത്ത് അവർ കഴിക്കും. ആരും കാണാതെ അവർ കഴിക്കും. ഓട്ടക്കളത്തിൽ ഓടുന്നവർ. എന്നാൽ നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാ.
എന്നിട്ട് പറയുകയാണ്, മൂന്നാമത് പറയുക, പൗലോസ് പറയുക, നമ്മുടെ പണം, ഹല്ലേലൂയ, ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് പ്രശംസാ കിരീടമുണ്ട്, മറ്റനേക കിരീടങ്ങളുണ്ട്. അതൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മുടെ പണം, നമ്മുടെ പണം എന്ന് ഇവിടെ പറയുന്നു, ഞാൻ പറഞ്ഞത് തെറ്റാ. ദൈവം തന്ന പണം എന്താണെന്നറിയാമോ? ആ പണം മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് അത് മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് സഹായിക്കണം. ഞാൻ എപ്പോഴും ഓർക്കും, വടക്കേ ഇന്ത്യയിലൊക്കെ ഭയങ്കര ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസവും ഒരു ദേവദാസിന് വേണ്ടി സഹായിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. പ്രിയപ്പെട്ടവരെ, ഞാനതെന്താ പറഞ്ഞെന്നറിയാമോ? നമ്മുടെ പണം അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ നീ എങ്ങനെ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ കൂട്ടായ്മക്കാർ അനേക വർഷങ്ങള് വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇവിടെ പണം കൊണ്ട് തന്നിട്ടുണ്ട്. അതൊരു പൈസ പോലും കളയാതെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ തന്നവർക്കൊക്കെ ആത്മാക്കളുണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോ. അതെനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യം. അപ്പൊ നമ്മുടെ പണം എങ്ങനെ നമ്മൾ ജീവിക്കണം, എന്നിട്ട് നമ്മളൊരു മാതൃകാ ജീവിതമുള്ളവരായിരിക്കണം. ഇവിടെ പറയുക, നമ്മളൊരു മാതൃകാ ജീവിതമുള്ളവരായിരിക്കണം. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, ഞാൻ യേശുവിനെ കണ്ടിറങ്ങിയ നാൾ മുതൽ കർത്താവിന്റെ ഒരു മാതൃകയാകുവാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ഓട്ടക്കുളത്തിൽ ഓടി. എന്നാൽ ഒടുവിൽ പറഞ്ഞു, എനിക്ക് നിധിയുടെ കിരീടം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ അതങ്ങ് വിടുകയാ. എന്നാൽ പറയുക, നിങ്ങൾ വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് പ്രശംസ കിരീടമുണ്ട്. ഫിലിപ്പിയാലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഫിലിപ്പിയാലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, വിശ്വാസികളുടെ പ്രത്യാശയെ അടിസ്ഥാനമാക്കി അവരെ അപ്പോസ്തലനായ പൗലോസ് പ്രബോധിപ്പിക്കുന്ന കാര്യമാ. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, വാഞ്ചിതരുമായ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നവർ, ദൈവവചനം കേൾക്കുവാൻ കൊതിക്കുന്നവർ, വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. ഇങ്ങനെ നിങ്ങൾ കർത്താവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, അടുത്ത വാക്യം, കർത്താവിൽ ഏക ചിന്തയോടെ ഇരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദരയെയും പ്രബോധിപ്പിക്കുന്നു. കണ്ടോ, അവൻ വ്യക്തിപരമായി അവിടെ പ്രബോധിപ്പിക്കുകയാ. മതി ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് നമ്മളവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, അവരോടുകൂടി ആയിരിക്കുവാൻ താൻ വാഞ്ചിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ അല്ലേ ഇന്നത്തെ കൂട്ടായ്മയിൽ കടന്നു വരണം എന്നുള്ളൊരു ആഗ്രഹം. അതാണ് അവിടെ പറയുക. പൗലോസ് പറയുക, ദൂരദേശത്താണെങ്കിലും അവൻ ഫിലിപ്പിയ സഭയില് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, എന്റെ ഹൃദയം വാഞ്ചിക്കുകയാണ്. എന്നിട്ട് പറയുക, അവരെ രണ്ടാമതായിട്ട് സഹോദരന്മാരെ എന്ന് വിളിച്ച് അവരെ ഓർപ്പിക്കുക. അവൻ മൂന്നാമത് പറയുകയാണ്, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ. അതാണ് നമ്മുടെ തെസ്സലോനിക്കയിലെത്തി കണ്ടത്. അവരാരാ? വീണ്ടും ജനിച്ചവർ പ്രശംസാ കിരീടം അഥവാ സന്തോഷ കിരീടവുമായി നിത്യതയിൽ വാഴേണ്ടവരാണെന്ന് ഇവിടെ ഓർപ്പിക്കുകയാ. അവരെന്റെ കിരീടമായിരിക്കും എന്നും അവിടെ പറയുക. മാത്രമല്ല, അവര് പ്രിയമുള്ളവരെ എന്ന് സംബോധന ചെയ്ത് അവിടെ ആ വാക്യം അവസാനിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മളൊരു വാക്യം കാണുന്നതിന് മുമ്പ് റോമാലേഖനം 3:24 ഉണ്ട്. റോമാലേഖനം 3:24, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം. ഹല്ലേലൂയ. എടുത്തോ, റോമാലേഖനം 3:24. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. നമ്മളൊക്കെ നീതീകരിക്കപ്പെടുന്നത് സൗജന്യമായി, ചെലവില്ല, ഒരു ചെലവും നമുക്കില്ല. നമ്മൾ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സൗജന്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാ. പക്ഷെ വില കൊടുത്തത് നമ്മുടെ കർത്താവ്. തന്റെ അവസാന ശ്വാസം പോകുന്നതുവരെ, മാത്രമല്ല കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പോലും പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ
എന്നിൽ നിന്ന് നീക്കണമേ. ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമായിരുന്ന യേശുക്രിസ്തുവിനെ അറിയാം. ഒരു മനുഷ്യന്റെ ജഡത്തിൽ സഹിപ്പാൻ കഴിയാത്ത വേദനകൾ ഞാൻ സഹിക്കണമെന്ന് കർത്താവിന് അറിയുമായിരുന്നു. എന്നാൽ ആ വേദനയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരെ കണ്ടുകൊണ്ട് എന്റെ കർത്താവ് പറയുക, എങ്കിലോ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. കാൽവരിയിൽ അവൻ നമുക്കായി സൗജന്യമായി അവന്റെ ജീവനെ ബലിയർപ്പിച്ചു. ആ സൗജന്യത്താൽ അത്രേ ഞാനും നിങ്ങളും വീണ്ടെടുപ്പ് പ്രാപിച്ചത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഞാനും നിങ്ങളും ഓടുമ്പോൾ പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ ഓടണം. പ്രതിഫലം നമ്മുടെ സമീപമുണ്ട്. കർത്താവ് വന്നു കഴിഞ്ഞാൽ പിതാവിന്റെ അടുക്കൽ നമ്മളെ ചേർക്കും. നമ്മൾ ഓടിയതിന്റെ അധ്വാനിച്ചതിന്റെയും നമ്മൾ പണം ചെലവഴിച്ചതിന്റെയും നമ്മുടെ മാതൃകാ ജീവിതത്തിന്റെയും ഫലമായി അവിടെ നമുക്ക് കിരീടം ലഭിക്കുമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാ. ആമേൻ. അങ്ങനെയാണെങ്കിൽ പാടുവാൻ സമയമില്ലല്ലോ, ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെ പാടിയിട്ടുണ്ട്. രണ്ടാമത് അത് നമുക്ക് പിന്നീട് പോകാം. തേജസ്സിന്റെ രണ്ടാമത് അഞ്ചാമതായിട്ട് നാലാമത്തെ കിരീടം പ്രശംസാ കിരീടം, അഞ്ചാമത്തെ കിരീടം തേജസ്സിന്റെ കിരീടം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. തേജസ്സിന്റെ കിരീടം അവിടെ ഇങ്ങനെ പറയുകയാണ്. 1 പത്രോസ് 5:4 പറയുന്നുണ്ട്, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി ജീവിച്ച് അധ്യക്ഷത ചെയ്ത ഇടയന്മാർക്കാണ് കിരീടം ലഭിക്കുന്നത്. നമ്മൾ ഓർത്തോണം, ഈ കിരീടം നമുക്ക് ലഭിക്കുന്നില്ല. ഏത് കിരീടമാണ് എന്ന് പറഞ്ഞേ? തേജസ്സിന്റെ കിരീടം. തേജസ്സിന്റെ കിരീടം നമുക്കില്ല. അതാർക്കാ ലഭിക്കുന്നറിയാമോ? ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി ജീവിച്ച് അധ്യക്ഷത ചെയ്ത ഇടയന്മാർക്കാണ് ഈ കിരീടം ലഭിക്കുന്നത്. അപ്പൊ ആ കിരീടം നമുക്ക് ലഭിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 5:4 എന്താ പറയുന്നത്? വായിച്ചു. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവിടെ പറയുകയാണ്, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഞാൻ അവർക്ക് ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ പഴയ കാലത്ത് അമ്മച്ചിമാരൊക്കെ ആയിരുന്നെങ്കിൽ എന്തോ ഒരു സ്വത്രവല്ലേ പറയും. നമുക്കത് ഉള്ളിൽ നമ്മളങ്ങ് ഒതുക്കുക. എന്നാൽ സ്വത്രം അല്ലേ പറയണം. ഒന്നുകൂടെ വായിച്ച്. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. നിങ്ങൾ വാടാത്ത കിരീടം പ്രാപിക്കും. ആരാ ഇവിടെ പറയുക? ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി ജീവിച്ച് അധ്യക്ഷത ചെയ്ത ഇടയന്മാർക്കാണ് ഈ കിരീടം ലഭിക്കുന്നത്. ഇവരുടെ ശുശ്രൂഷയ്ക്ക് ശാരീരികവും മാനസികവുമായി ധാരാളം ശക്തി ആവശ്യമുണ്ട്. ഇടയന്മാരുടെ ശുശ്രൂഷയ്ക്ക് അതുകൊണ്ടാണ് നമ്മൾ ഇടയ ശ്രേഷ്ഠന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഇവരുടെ ശുശ്രൂഷയ്ക്ക് ശാരീരികവും മാനസികമായ ധാരാളം ശക്തി ആവശ്യമാണ്. കാരണം വലിയ സമൂഹത്തെ മേയിക്കുന്നവർക്ക് വലിയ ഭാരമാണ്. എങ്ങനെ ഈ ജനത്തെ മേയിക്കും എന്നുള്ളതായ ഭാരമാണ്. പ്രിയപ്പെട്ടവരെ, അതിനെന്ത് ചെയ്യണം? അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ധാരാളം ആവശ്യമുണ്ട്. അവിടെ പറയുന്ന ശ്രേഷ്ഠന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവർ കരുണയുള്ളവരായിരിക്കണം, അവർ ഉപദേശിക്കുന്നവരായിരിക്കണം, അവർ ശാസിക്കുന്നവരായിരിക്കണം, അവർ പഠിപ്പിക്കുന്നവരായിരിക്കണം, അവരെ അഭ്യസിപ്പിക്കുന്നവരായിരിക്കണം, അവർ തർജ്ജനം ചെയ്യുന്നവരായിരിക്കണം. ഒരുത്തൻ മദ്യപിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ നീ മോനെ ശരിയല്ലെന്ന് പറയാൻ മുഖത്ത് നോക്കി ശരിയല്ലെന്ന് പറയുവാൻ ആർജവം കാണിക്കണം. സ്വത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റായ മാർഗത്തിൽ നടക്കുന്ന ഒരു മകനെ നോക്കി മകനെ നിന്റെ പോക്ക് ശരിയല്ല എന്ന് പറയാൻ കഴിയുന്നവനാണ് ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി അധ്യക്ഷത ചെയ്യുന്നവൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇവർ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കുമെന്ന് പറയുകയാണ്. ഒരു വാക്യം കൂടെ എടുക്കണം. ലൂക്കോസ് 19:17, 18, 19 വാക്യങ്ങൾ ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർക്കണം. പത്രോസ് ഇവിടെ ഓർപ്പിക്കുക 5:4 ഇവരുടെ ശുശ്രൂഷയ്ക്ക് എന്തൊക്കെ വേണം? ശാരീരികവും മാനസികമായ ധാരാളം ശക്തി ആവശ്യം. ഞാനൊക്കെ ഒരു പള്ളിയിലേക്ക് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടായ അനുഭവം
ഞായറാഴ്ച ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയില്ല, എൻ്റെ 2 ചെറിയും അങ്ങ് അകത്തോട്ട് വലിക്കുക. എനിക്കൊരു വാക്ക് സംസാരിക്കാൻ കഴിയാതെ വണ്ണം അകത്തോട്ടങ്ങ് വലിക്കുക. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, പക്ഷെ നല്ല അത് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇത് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോയത്, എന്നാൽ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പ്രിയപ്പെട്ടവരെ, നോക്കിയ നമ്മുടെ ശുശ്രൂഷ ശാരീരികവും മാനസികമായി ധാരാളം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഈ ശക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആമേൻ, ഇടയശ്രേഷ്ഠന്മാർ എന്ത് ചെയ്യണം? അവർ കരുണയുള്ളവരാകണം. ആളുകളോട് കരുണയുള്ളവരാണ്. നമുക്കറിയാം, ക്ഷീണമുള്ള ഒരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ ക്ഷീണമുള്ള ആളിനെ തോളിൽ ഇടയൻ വഹിക്കും. നോക്കിയോണേ, എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം നടത്തും, എന്നാൽ അതിനെ തോളിൽ വഹിക്കും. അതാണ് അമ്മേ സുവിശേഷ സമാജം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അമ്മേ, ഞാൻ അവരുടെ ഇന്നത്തെ മിഷനെ കുറിച്ച് പറയുന്നത് കേട്ടു. അമ്മേൻ, എന്താണെന്നറിയാമോ? ജ്ഞാനായ നമ്മുടെ സമൂഹത്തില് ഭവനമില്ലാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാകുവാൻ പാടില്ല. അമ്മേൻ, ദൈവത്തിന് സ്തോത്രം. അമ്മ എന്ത് ചെയ്യണം? അമ്മേ, സുവിശേഷ നിമിത്തം അമ്മേ അങ്ങനെ ഒരു ആലോചന അസുവിശേഷ സമാജത്തിന് ദൈവം കൊടുത്തെങ്കിൽ അത് 2027 ആകുമ്പോഴത്തേക്ക് അത് പൂർത്തീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം എന്ന് പ്രാർത്ഥിക്കുകയാണ് സുവിശേഷകരെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെ നോക്കണം. അതിനെന്ത് വേണം? നമുക്ക് ആത്മാവിന്റെ ശക്തി വേണം. എന്നിട്ട് മാത്രമല്ല, നമ്മൾ 1 കരുണയുള്ളവരാകണം, 2 നമ്മൾ ഉപദേശിക്കണം, 2 ശാസിക്കണം, പഠിപ്പിക്കണം, അഭ്യസിപ്പിക്കണം, തർജ്ജനം ചെയ്യണം. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാൻ കഴിയണം. പക്ഷെ ആരെങ്കിലും പറയുമോ? എല്ലാവരും സുഖപ്പെട്ട പ്രസംഗം തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ പറയണം. ദൈവത്തിന് സ്തോത്രം. ശരിയുടെ വഴിയിലൂടെ ഞാനും നിങ്ങളും യാത്ര ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടെ പറയുടെ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ ഇവർ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 17, 18, 19 വാക്യങ്ങളുടെ വായിച്ചാൽ, അവനവനോട്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവൻ വന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒന്ന് നാം അറിയുന്നു, ഇവിടെ നാം അനുഭവിക്കുന്ന കർത്താവിന് വേണ്ടി ആമേൻ അനുഭവിക്കുന്ന കഷ്ടതകള്, നമ്മുടെ കണ്ണുനീര്, ഉപദ്രവമേ, കഷ്ടപ്പാടിന് എല്ലാം അവിടെ പ്രതിഫലമുണ്ട്. അപ്പം തേജസ്സിന്റെ കിരീടം ലഭിച്ചില്ലെങ്കിലും നമുക്ക് കിരീടം ലഭിക്കും. ആമേൻ. ദുഷ്ടത നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വാട്സപ്പിൽ ഒരു സംഭവം കണ്ടു. ഒരു കോളേജിന്റെ പ്രിൻസിപ്പലിനെ അവിടെ നമുക്ക് പറയാൻ കൊള്ളത്തില്ല. ആമേൻ. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഒഴിഞ്ഞിട്ട് ഒരു പ്രത്യേകം പലക കൊണ്ട് നഗ്നനായി കമഴ്ത്തി കിടത്തി ഒരുതരം വീതിയുള്ള പലക കൊണ്ട് അടിക്കുന്ന ഒരു രംഗം വാട്സപ്പിൽ കാണുവാനിടയായി. ഇവിടെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പാപത്തില് നിബന്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അവരെ തർജ്ജനം ചെയ്യുവാനുള്ള ചുമതല നമുക്കുണ്ട്. പോകുന്ന വഴി പോകാനല്ല, അവൻ അടിച്ചവരെ കൊണ്ടുവരേണ്ടത് അവൻ ഇടയശ്രേഷ്ഠന്റെ പ്രത്യേകതയാണെന്ന് ഇവിടെ ഓർപ്പിക്കുകയാ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ഞാൻ ഈ മനോരമ പേപ്പർ വായിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. ഇപ്പൊ എല്ലാ വാട്സപ്പിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം പേപ്പറിന് പോലും ചെലവില്ല. ഒരു ദിവസം പേപ്പർ എടുത്തപ്പോൾ കണ്ടത് ഇങ്ങനെയാണ്. 25 മൈലിനിടയിൽ എത്ര പേരെയാ? 3 പേരെയോ 4 പേരെയോ കണ്ട് കൊന്നു. 25 മൈലിനുള്ളിൽ പലപ്പോഴായി 3, 4, 5 പേരെ, എത്ര പേരെ? 5 പേരെ കൊന്നു. ചിന്തിച്ചു. അപ്പം ആരാണ് മനുഷ്യരെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്? ആകാശമണ്ഡലത്തിലുള്ള ലൂസിഫറും സംഘവും മനുഷ്യരെ നിയന്ത്രിക്കുന്നത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അരുതാത്തത് ചെയ്യുന്നത് ആരാണ്? പിശാചിന്റെ ആത്മാവുള്ളവരാ.
ആമേൻ. അവരെ മടക്കി കൊണ്ടുവരുവാനാ ദൈവം ഇങ്ങനെയുള്ള ശുശ്രൂഷ നൽകിയത്. ഇത് ലോകത്തോട് വിളിച്ചു പറയുന്നത്, നീ ഈ ലോകത്തിലെ ജീവിതത്തിന് അപ്പുറത്ത് നിനക്കൊരു ജീവിതമുണ്ടെന്ന് എന്ന് പരസ്യമായി വിളിച്ചു പറയുമ്പോൾ നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ട എങ്കിൽ തള്ളിക്കളയാ. ആദിമ മാതാപിതാക്കന്മാരോട് പറഞ്ഞു, നടുക്കുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അവരെന്ത് ചെയ്തു എന്നറിയാമോ? അവര് ദൈവത്തിന്റെ കൽപ്പനയേക്കാൾ ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന പിശാചിന്റെ കൽപ്പനയെ അവർ സ്വീകരിപ്പാനിടയായി തീർന്നു. എന്ത് സംഭവിച്ചു? അവർ ആത്മീയമായി മരിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ, വളരെ വേദനയോടെ ഞാൻ ഓർപ്പിക്കട്ടെ, പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ ലോകത്തിൽ അവസാനിക്കുമ്പോൾ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. അവനൊരു ആത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. ആ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തരുടേതാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. പണ്ടൊരിക്കല് ഒഴിവക്കത്ത് നദിക്കരയിൽ വെച്ച് ദൈവത്തിന് സ്വന്തം യാക്കോബ് പറഞ്ഞു, ഇനി ഞാൻ എന്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും? ഇതുവരെ ഞാൻ ഇവരുമായി നടക്കുകയാ, എനിക്ക് സ്വന്തമായൊരു ഭവനമുണ്ട്. അബ്രഹാം വിശ്വസിച്ചിരുന്നു, തന്റെ പിതാവായ അബ്രഹാം വിശ്വസിച്ചിരുന്നു, ഇസ്ഹാക്ക് വിശ്വസിച്ചിരുന്നു, ഞങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള ഭവനമല്ല, സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു കെട്ടിടമുണ്ട്. പഴയ നിയമഭക്തന്മാർ പോലും വിശ്വസിച്ചിരുന്നു. അതറിയാമായിരുന്ന യാക്കോബ് പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ പ്രവർത്തിക്കും? ഞാൻ ഇനി എന്ത് ചെയ്യും, എന്ത് കരുതും? അതിനുശേഷം യാക്കോബ് തന്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി കരുതി. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത്. ലോകം വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുകയാ. കർത്താവ് പോലും വിളിച്ചു പറഞ്ഞു, എന്റെ കർത്താവ് തന്റെ സ്വന്തം നാവ് കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ശിഷ്യന്മാരോട് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞു, എന്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിശ്വാസികളെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുമ്പോൾ വിശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയാകണം ഈ വചന ശുശ്രൂഷ, ഈ വചന കേൾവി എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ദൈവവേദന മാത്രമേ ജയകരമായ ഓട്ടക്കളത്തിൽ ഓടുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കരുണയുള്ളവരാകുവാൻ കഴിയുകയുള്ളൂ, മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ കഴിയുകയുള്ളൂ, മറ്റുള്ളവരെ ശാസിക്കുവാൻ കഴിയുകയുള്ളൂ, മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ, മറ്റുള്ളവരെ അഭ്യസിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ, താർജനം ചെയ്യുവാൻ കഴിയുള്ളൂ. ഞങ്ങൾ കൊല്ലത്ത് പോയപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞാൻ എൻ്റെ ട്രാക്റ്റുമായി നിങ്ങളാരും അറിയാതെ ഞാൻ അനേകർക്ക് കൊടുക്കാനിടയായിട്ട്. ഇന്ന് രാവിലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, രാവിലെ എൻ്റെ വണ്ടിയുടെ ടയർ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ ആ മകനെ ഞാനത് ഏൽപ്പിച്ച് 3 കൂടെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായിച്ചു. ഞാനിത് പറഞ്ഞത് എന്താണെന്നറിയാമോ? നമ്മൾ പോകുന്ന സ്ഥാനത്ത് ദൈവാത്മാവ് പറയും ഇത് ആർക്ക് കൊടുക്കണമെന്ന്. അവർക്കൊക്കെ നമ്മളിത് കൊടുക്കണം. എന്താണെന്നറിയാം, അതൊക്കെ നമ്മൾ അധ്വാനമാ. അവർ ഒരുപക്ഷെ നമ്മളെ ഭത്സിക്കുമായിരിക്കും, അവർ നമ്മളെ പരിഹസിക്കുമായിരിക്കും. എന്നാൽ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലത്തെ ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങനെ ചെയ്തു. അതുകൊണ്ട് ഭക്തിക്കാരൻ പാടിയത് പരിശുദ്ധമാവിൻ ശക്തിയാലെ ശക്തരായി തീരാ, പരിശുദ്ധമാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാദാ, ശക്തരായി തീരാ. ആത്മസന്തോഷം നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. നമ്മൾ ആ പാടിയ പാട്ടിന്റെ വരികളിൽ നമ്മൾ കണ്ടു, ഈ ധരയിൽ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയില് ജയത്തോടെ എന്റെ ജീവിതം ചെയ്യുവാൻ തക്കവണ്ണം ആത്മാവിന്റെ ശക്തി എന്റെ മേൽ വ്യാപരിക്കണം. പിതാക്കന്മാർ പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ശക്തിയോടെ നിങ്ങൾ എഴുന്നേൽക്കുക എന്ന് ഒരു ശുശ്രൂഷയിൽ പറയുമ്പോൾ ആർക്കായി ശക്തി ലഭിച്ചത്? മുട്ടൊക്കെ കുത്തി അല്ലേ, അവിടെ നിന്ന് ബെഞ്ചിലൊക്കെ പിടിച്ച്
ചെറുകി എഴുന്നേൽക്കും. ഈ ആത്മാവിന്റെ ശക്തിയോടെ എഴുന്നേൽക്കാന്ന് പറയാൻ പിതാക്കന്മാർക്ക് ദീർഘ വീക്ഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ശുശ്രൂഷ ഇപ്പോഴും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ദിവസങ്ങളില് ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉള്ള ഇടയ ശ്രേഷ്ഠന്മാർക്ക് അമേൻ നമ്മൾ പറഞ്ഞു തേജസ്സിന്റെ കിരീടം കിട്ടും. അടുത്ത 6ാമത്തെ കിരീടം അമേൻ അതോടെ പറഞ്ഞ് വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കാം. 10 മിനിറ്റ് നമ്മുടെ മുൻപിലുണ്ട്. വെളിപ്പാട് പുസ്തകം 4:4 ഒരു പൊൻകിരീടത്തെ കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് 4:4 ഇതെല്ലാം വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന കിരീടമാണെന്ന് പറയുന്നു. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. കണ്ടോ, അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ പ്രിയപ്പെട്ടവരെ, അവിടെ പറയുകയാണ് അവരുടെ തലയിൽ പൊൻകിരീടം. ഈ മൂപ്പന്മാർ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ വിശുദ്ധന്മാരാണ്. എന്നോട് പറയാമോ? അറുക്കപ്പെട്ട കുഞ്ഞാട്. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല, അവൻ ദൈവാത്മാവ് നൽകുന്നത് കൊണ്ട് പറയുകയാ. അതെ, യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. യോഹന്നാനോട് ശിഷ്യന്മാരുണ്ട്. ഇതാ യേശു നടന്നു പോകുകയാ. ഇങ്ങനെ പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പഴയ നിയമത്തിലെ കുഞ്ഞാടുകളൊക്കെയും ക്രിസ്തുവിന് നേളായിരുന്നു. അത് യോഹന്നാന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്ത് പറ്റിയെന്നറിയാമോ? 2 ശിഷ്യന്മാര് ആ കുഞ്ഞാടിന്റെ കൂടെ അങ്ങ് പോയി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതുകൊണ്ട് യോഹന്നാന് പ്രയാസമുണ്ടോ? ഇല്ല. യോഹന്നാൻ കർത്താവിന്റെ വഴിയൊരുക്കുവാൻ വന്നവനാ. അവൻ യോഹന്നാന് ശേഷം കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാ. യോഹന്നാൻ തടവിലായെന്നറിഞ്ഞപ്പോൾ കർത്താവ് തന്റെ ശുശ്രൂഷ അവിടെ ആരംഭിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുകയാണ്, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ശുദ്ധന്മാരാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8, 9, 10 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാട്, അവർക്ക് പൊൻകിരീടം. അതെ, 24 മൂപ്പന്മാർക്ക് ലഭിക്കുന്ന അതേ പൊൻകിരീടവും അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നു പറയാം. വെളിപ്പാട് 5-ന്റെ 8, 9, 10 വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര ഒട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതികളിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. കണ്ടോ, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അപ്പൊ അറുക്കപ്പെട്ട കുഞ്ഞാടിനാൽ എന്നെയും ഒരു ദിവസം അവൻ വിലയ്ക്ക് വാങ്ങി എന്നുള്ള ബോധ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അവനായി ഞങ്ങളുടെ ജീവിതത്തെ എന്റെ ജീവിതത്തെ സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ മൂപ്പന്മാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കൂറിൻ പ്രകാരം 24 മൂപ്പന്മാരെ ഇവിടെ കാണാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതേ 1 ദിനവൃത്താന്തം എടുക്കേണ്ട 24 1 മുതൽ 18 വാക്യങ്ങളില് ഈ 24 മൂപ്പന്മാർ ആരാകുന്നു എന്ന് വ്യക്തമല്ല. പല അഭിപ്രായങ്ങൾ അതിനുണ്ട്. അവർ ദൂതന്മാരാണെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിലെ വിശുദ്ധന്മാരാണെന്ന് പറയുന്നവരുണ്ട്. പുതിയ നിയമകാലത്തെ വിശ്വാസികളിൽ നിന്ന് ആണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അവരിയ്ക്കുന്നത് സിംഹാസനത്തിലാണെന്നുള്ളത് കൊണ്ട് ന്യായവിധി കഴിഞ്ഞ് പ്രതിഫലത്തിന് അർഹരായി എന്ന് കാണുകയോ. അവരിയ്ക്കുന്നത് സിംഹാസനത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അവരുടെ ന്യായവിധി കഴിഞ്ഞു, അല്ലേ? കർത്താവ് മധ്യാകാശത്ത് വെളിപ്പെട്ട് തന്റെ കാഹളം മുഴങ്ങിക്കഴിയുമ്പോൾ, ദൈവത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിയുമ്പോൾ മരിച്ചുപോയ വിശുദ്ധന്മാരും ജീവനുള്ളവരും രൂപാന്തരപ്പെട്ട ശരീരത്തിൽ കർത്താവിനെ ചെന്ന് കാണും. കൊതിയുണ്ടോ കർത്താവിനെ കാണാൻ? നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ.
അവൻ ആയിരങ്ങളിൽ സുന്ദരനാ, 10,000ങ്ങളിൽ സുന്ദരനാ, വെണ്മയും ചുവപ്പുള്ളവനാ. നമ്മൾ ഈ കാണുന്ന യേശു ഒന്നുമല്ല. യേശു പ്രിയപ്പെട്ടവേ, അവൻ 10,000ങ്ങളിൽ സുന്ദരനാ. അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ അവന്റെ മണവാട്ടി സഭയ്ക്ക് അവൻ ഒരേ ഒരു കൊതിയേ ഉള്ളൂ. 10,000ങ്ങളിൽ സുന്ദരനായ അവന്റെ തൃപ്പാദമൊന്ന് മുത്തുവാൻ, അവന്റെ കരങ്ങളൊന്ന് മുത്തുവാൻ അവർ കൊതിക്കുകയാ. കാരണം എന്നാന്നറിയാമോ? അവൻ പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും, ഞാൻ നിങ്ങളെ വന്ന് ചേർക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കും, ഭവനമൊരുക്കിയാൽ ഞാൻ നിങ്ങളെ വന്ന് ചേർക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അതങ്ങനെ തന്നെ സംഭവിക്കും. ദൈവത്തിന് സ്തോത്ര. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ നമുക്ക് ഏത് വിഷയമല്ല. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്കും ഈ ജീവികിരീടം ലഭിക്കുമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവൻ ഈ പൊൻകിരീടം ലഭിക്കുമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ മക്കൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നല്ലോ. അമ്മേൻ, അമ്മ നോക്കിക്കോണേ, നമ്മളിവിടെ പറഞ്ഞത് കേട്ടു. ഈ മൂപ്പന്മാർ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ശുദ്ധന്മാരാണ്. അവരുടെ വസ്ത്രധാരണവും ഒക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. വെണ്മയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പൊ നോക്കിയോടെ, നമ്മൾ തേജസ്സിന്റെ വസ്ത്രത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെണ്മയുള്ള വസ്ത്രം എന്ന ചിലര് പറയുന്നുണ്ട്. അവർക്ക് പ്രതിഫലം വിധിക്കുമ്പോൾ ഒരു പ്രത്യേകതരം വെള്ള വസ്ത്രങ്ങൾ അവർക്ക് ലഭിക്കുമെന്നും പറയുന്നുണ്ട്. അവരുടെ എന്തുമാകട്ടെ, നമ്മള് ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവരാ. കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം, പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ ഓടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പാട്ടുകാരൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരവിനു താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം, തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. അതുകൊണ്ട് മാലിന്യപ്പെട്ടിടുക മണവാളൻ വരവേറ്റമടുത്തുപോയി. ഓ മാലിന്യപ്പെട്ടിടുക മണവാളൻ വരവേറ്റമടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. ഓ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാനിൻ താമസമേറെയില്ലാതെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. അന്ത്യകാലത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവസാന കാലത്ത് വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറയുമ്പോൾ നമ്മളിലും നമ്മളെ കുറിച്ചുകൂടെ പറയുന്നത്, വിശ്വാസികളിൽ വിശ്വാസം കണ്ടെത്തുമോ? സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കോണേ, ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് പാട്ടുകാരൻ പാടി, അവൻ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഒരുങ്ങി നിൽക്കണ, പ്രിയന്റെ വരവിന് ഇനി അധികം താമസമില്ല. തന്റെ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറി കഴിഞ്ഞു. ഇനി എന്താ നിറവേറാനുള്ളത്? ഒന്നുമില്ല. യഹൂദന്മാർ അവരുടെ ദേവാലയം പണിയാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. അവൻ കമ്പ്യൂട്ടറിലൂടെ അവരുടെ ലേവി ഗോത്രത്തെ അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അവരുടെ പുരോഹിതന്മാരെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, അവർക്ക് ദേവാലയം പണിയാൻ കഴിയില്ല. എന്നാ കാര്യം അറിയോ? അവന്റെ മണവാട്ടി സഭ, അവന്റെ രക്തം കൊടുത്ത്, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കൊടുത്ത് അറുക്കപ്പെട്ട മണവാട്ടി സഭ ഈ ഭൂമിയിൽ ഉള്ളത്തോളം കാലം അവർക്ക് പണിയാൻ കഴിയത്തില്ല. പക്ഷേ അവരുടെ എന്താ പറയുക, പവർ ഉപയോഗിച്ച് അവർക്ക് ഏത് നിമിഷവും വേണേലും പണിയാം. പക്ഷേ അറുക്കപ്പെട്ട കുഞ്ഞാട് അതിന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയ തന്റെ മണവാട്ടിയെ ചേർത്ത് കഴിയുമ്പോൾ ആ 7 വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാരംഭ വർഷത്തിൽ തന്നെ അവർ ദേവാലയം പണിയും. അതുകൊണ്ടാകട്ടെ ദേവാലയം പണിയായിരിക്കുന്നത്. അവർക്ക് പവറുള്ളവരാ, അവർക്ക് ശക്തിയുള്ളവരാ, അവർക്ക് ഏത് നിമിഷവും പണിയാ. ദേവാലയത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ക്രമപ്പെടുത്തി വെച്ചിരിക്കുക. ആദ്യത്തെ അവരുടെ ചുമന്ന കാളയെ അറുത്ത് ആ ദേവാലയത്തിൽ ആരാധന കഴിപ്പാൻ തക്കവണ്ണം ചുമന്ന കാളയും ക്ലോഡിങ്ങിലൂടെ അവർ കണ്ടുപിടിച്ച് അവിടെ സൂക്ഷിച്ചിരിക്കുക. സ്വത്രം
എന്നാ ചെയ്യാൻ കഴിയാത്തത്? എന്നെ നിന്നെയും ദൈവം ഓർക്കുന്നത് കൊണ്ട്. നമ്മളെ ചേർക്കാതെ, നമ്മളെ സ്വന്തം ഭവനത്തിൽ ചേർക്കാതെ, അവർക്കത് പണിയാൻ കഴിയാത്തത് കൊണ്ട് അവർ പണിയാതിരിക്കുന്നത്. ഇത് ലോകത്തോട് വിളിച്ചറിയിക്കുമ്പോൾ ഓർക്കണം, അവര് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പവറുള്ള ഒരു രാജ്യമാണെങ്കിലും അവർക്ക് അവരുടെ ദേവാലയം പണിത് അവരുടെ ആരാധന അവിടെ നടത്താൻ കഴിയില്ല. ആമേ, കാളകളെയും മൃഗങ്ങളെയും ആട്ടുകൊറ്റനെയും കൊന്നുകൊണ്ടുള്ള ആരാധന എന്നേക്കുമായി അവസാനിപ്പിച്ചതാ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എന്റെ യേശു ആമേൻ ഒടുവിലത്തെ ആമേൻ ആടായി വന്ന് കാൽവരിയിൽ തന്റെ ജീവൻ ആമേൻ നമുക്കായി ജീവത്യാഗം ചെയ്തപ്പോൾ ആമേൻ അത് പൂർത്തീകരിച്ചു. എന്നാൽ 3.5 വർഷക്കാലം മോശെ ഏലിയാവുമെന്ന് പ്രസംഗിക്കുമ്പോൾ യഹൂദന്മാർക്ക് ഒന്നും പിടികിട്ടില്ല. അവിടെ ദേവാലയം അവർ സ്ഥാപിക്കും, അവരവിടെ ആരാധന ആരംഭിക്കും, അവർ കാളകളെ അർപ്പിച്ചുകൊണ്ട് ആമേൻ ആരാധന അർപ്പിക്കും. പക്ഷെ അവർക്ക് മനസ്സിലാകില്ല. എന്നാൽ 3.5 വർഷം കഴിയുമ്പോൾ എന്താണെന്നറിയാമോ, ആന്റി ക്രൈസ്റ്റിന്റെ സ്വഭാവം വെളിപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഈ 3.5 വർഷവും ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ഒരുവനാണല്ലോ ഇപ്പോഴത്തെ ആമേൻ ലോക ഭരണാധികാരി എന്ന് കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്നറിയാമോ, അവർക്ക് മനസ്സിലാകും, ലൂസിഫറിനാൽ നിയന്ത്രിക്കപ്പെട്ടവരാണ്. അപ്പൊ മോശയുടെ ഏലിയാവിന്റെ പ്രസംഗം അവർ കേട്ട് കഴിയുമ്പോൾ അവരോരോരുത്തരും നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് മടങ്ങി വരുന്നൊരു ദിവസം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് 3ാമതും വരും. ആരെ ചേർക്കാന്നറിയാം? പിന്നീടുള്ളവരെ ചേർക്കാൻ. ദൈവത്തിന്റെ സത്ര പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവിടെ അവസാനിപ്പിക്കുക. ഞാൻ 6 കിരീടങ്ങളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ എഴുതിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഓർക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 1ാമത്തെ കിരീടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, ജീവന്റെ കിരീടമാണ്. പ്രിയപ്പെട്ടവരെ, അത് ലഭിക്കുന്നത് പരീക്ഷ സഹിച്ച് അന്ത്യം വരെ നിൽക്കുന്നവർക്കും രക്തസാക്ഷി, അവ എല്ലാ സാധാരണ സുവിശേഷകര് അവർക്കൊക്കെ ലഭിക്കുന്ന കിരീടമാണ് ജീവന്റെ കിരീടം. അവര് പരീക്ഷ സഹിച്ച് അന്ത്യം വരെ നിൽക്കുന്നവരാ, രക്തസാക്ഷികൾക്കും ലഭിക്കും. 2ാമത്തെ കിരീടം നീതിയുടെ കിരീടം. പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞു, നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കും. എനിക്ക് മാത്രമല്ല, ക്രിസ്തുവിൽ പ്രിയം വെച്ച ഏവർക്കും അത് ലഭിക്കും. 3ാമത് പറഞ്ഞു, വാടാത്ത കിരീടം. അതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ദ്രിയ ജയമുള്ളവരായി സാക്ഷ്യത്തെ മലിനമാക്കാതെ ദൃഷ്ടാന്ത യോഗ്യമായി ഓടിയവർക്ക് ലഭിക്കുന്നതാണ് ഈ കിരീടം. 4ാമത് പ്രശംസാ കിരീടം. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുക, ഞാൻ വീണ്ടും ജനിപ്പിച്ച എന്റെ തെസ്സലോനിക്ക സഭ പിന്നീട് ഫിലിപ്പിയ സഭയിൽ വന്നിട്ട് പറയുക, നിങ്ങളൊക്കെയാണ് സന്തോഷ കിരീടം അഥവാ പ്രശംസാ കിരീടം എനിക്ക് അന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുമെന്നോട് ഓർപ്പിക്കുക. 5ാമത് തേജസ്സിന്റെ കിരീടം. അത് ലഭിക്കുന്നത് ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി ജീവിച്ച അധ്യക്ഷത ചെയ്ത ഇടയന്മാർക്കാണ് ഈ കിരീടം ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ ഓർക്കണം, അവർക്ക് ഒത്തിരി കഷ്ടപ്പാടുണ്ട്. അവിടെ പറയുന്നു, അവർ ആത്മീയ ശക്തി പ്രാപിക്കേണ്ടവരാണ്. അവരുടെ ഇടയന്മാർ ആടുകളോട് കരുണയുള്ളവരാകണം. അവർ ഉപദേശിക്കുന്നവരായിരിക്കണം, അവർ ശാസിക്കുന്നവരായിരിക്കണം, അവർ പഠിപ്പിക്കുന്നവരായിരിക്കണം. മാത്രമല്ല, ക്രിസ്തുവിൽ അവർ അഭ്യസിച്ചവരായിരിക്കണം. അതുകൊണ്ട് അവരെ തർജ്ജനം ചെയ്ത് ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ഇടയശേഷം പ്രത്യക്ഷമാകുമ്പോൾ ഇവർക്ക് തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കുമെന്ന് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിലായി പൊൻകിരീടം. പ്രിയപ്പെട്ടവരെ, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നതാണ് പൊൻകിരീടം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശുശുശ്രൂഷ ലോകം മുഴുവൻ അത് ഷെയർ ചെയ്യുവാൻ തക്കോണം ഇത് കേൾക്കുന്നവർക്ക് സ്വർഗത്തിലെ ദൈവം ഭാഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളിലായി യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയത്തെ രക്ഷകനും നാഥനുമായി സ്വീകരിപ്പാൻ നീ ഞങ്ങൾക്ക് തന്ന ഭാഗ്യ ദിവസത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുക. ഈ കർത്താവിനെ അനുധാവനം ചെയ്യുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ വിളിച്ചതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുക. കർത്താവേ, ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങൾ ഓട്ടക്കളത്തിൽ ഓടുന്നവരാ, വിരുദ്ധ പ്രാപിപ്പാൻ തക്കവണ്ണമാണ് ഞങ്ങൾ ഓടുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ അധ്വാനം ഒന്നും വൃഥാവായി പോകാതെ ഈ കഴിഞ്ഞ 31 വർഷമായി എല്ലാ വ്യാഴ്ചയും
നടത്തുവാനാവുന്ന ഈ ശുശ്രൂഷകളൊന്നും വൃഥാവായി പോകാതെ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ അവനെ ഞങ്ങൾ എതിരേൽക്കുമ്പോൾ അവൻ ഞങ്ങളെയും കൊണ്ട് പിതാവിന്റെ മൂന്നാം സ്വർഗത്തിൽ എത്തപ്പെടുകയും അവിടെ ഞങ്ങൾക്ക് പ്രതിഫലം തരികയും ചെയ്യുന്നതായ ഒരു ദിവസമുണ്ട്. പിന്നെ ഭൂമിയിൽ എന്ത് സംഭവിക്കട്ടെ അത് ഞങ്ങൾക്ക് വിഷയമല്ല. പരിശുദ്ധാത്മാവ് എന്നേക്കുമായി ഭൂമിയിൽ എടുക്കപ്പെടുകയുമാണ്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉള്ളത് കൊണ്ട് ചിലർക്കൊക്കെ മനസ്സാക്ഷിയുണ്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള പാപബോധമുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എല്ലാവർക്കും ബോധ്യം നൽകുന്നതാണ് പരിശുദ്ധാത്മ. അതുകൊണ്ടാണ് ഈ ഭൂമി ഏറെക്കുറെ സമാധാനത്തില് കടന്നു പോകുന്നുള്ളത്. എന്നാൽ അതിനിടയിലും പൈശാചികനാൽ നയിക്കപ്പെടുന്ന അനേക യൗവനക്കാര് അനേകരുണ്ട്. അവർക്കൊരു മാറ്റമുണ്ടാകുവാൻ സ്വർഗമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അവർക്കൊരു മാറ്റം കൊടുക്കണമേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവർക്ക് ബോധ്യം കൊടുക്കണമേ. അങ്ങനെ ചെയ്യുവാൻ പോകുന്നതുകൊണ്ട് സ്വത്രം, പ്രാർത്ഥന കണ്ടതുകൊണ്ട് സ്വത്രം. സകലത ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിച്ചോളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിച്ച് വളരുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധ സഹവാസം, ആലോചന, കൂട്ടായ്മ നമ്മളെല്ലാവരോടും കൂടെ വീണ്ടും നമ്മൾ അടുത്ത ആഴ്ച കൂടി വരും വരെ ഇന്നും നാളും ഉണ്ടാകുമാറാകണമേ. ആമേൻ.